അല്ലേ ഗുഡ് മോർണിംഗ് സർ. എന്താ സർ, ഐ എം ഫ്രം മാർഡോക് മാർക്കറ്റിംഗ് കമ്പനി. കിച്ചണിൽ സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയ ചില പ്രോഡക്ട്സ് ഉണ്ട്. അതെ, സർ, കിച്ചണിൽ ആകെ ഉള്ളൊരു പ്രോഡക്റ്റ് ഡ്രൈവിംഗ് ഓടിക്കാൻ പോയിരിക്കുക. അവളിനി ഇതും കണ്ടുകൊണ്ട് വന്നാ ഞാൻ അടുത്ത ധ്യാനം കൂടേണ്ടി വരും. നീ പോ. സർ. എന്താടി? ലൂസിയാന്നേ, ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ് കഴിയാറായി. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അയച്ചാൻ അവിടെ എന്തെടുക്കുവാ? ഞാൻ പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടേ വരത്തുള്ളൂ. ഈശോ, അപ്പൊ നീ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരത്തുള്ളോ? പിന്നെ ഞാൻ വന്നിട്ട് പോവാമേ. ശരി ശരി. അതെ, ഷോപ്പിംഗ് തീർത്തിട്ട് ഉടനെ വന്നേക്കണം. ഓക്കെ ചായ. അപ്പൊ കുട്ടി ഹോം അപ്ലയൻസസ്. അതെ സർ. വന്നേ കാണട്ടെ. സർ, കാസ്ട്രോൾ. ഏയ്, സാറിന് താല്പര്യമുണ്ടെങ്കിൽ മതി. ഇതിന്റെ കൂടെ എനിക്കൊരു സൈഡ് ബിസിനസ് കൂടിയുണ്ട്. പുതിയ ചില സിനിമകളുടെ CD 100 രൂപയുള്ളൂ. സാറിന് ബിസിനസ് അല്ലേ? അല്ല, പോലീസില. ബെന്നി തിരക്കൻ. ഓരോ കമ്പനിയുടെ പേരും പറഞ്ഞ് കള്ള CD വെക്കല നിന്റെ പണിയല്ലേ? മിണ്ടരുത്. തൊണ്ടിയടക്കം വന്ന് കയറി നന്നായി. ചാമ്പ്യൻ കിട്ടാത്ത കേസാ. പൊന്നു സാറെ, ചതിക്കരുത്. കാശിന്റെ അത്യാവശ്യം കൊണ്ടാ. പ്ലീസ് സർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ സിനിമയുടെ CD മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ എന്ന് വെച്ചാ അഡൻസ് ഉള്ളി ഒന്നും ഇല്ലേന്ന്. എടേ, ഉണ്ടോ ഇല്ലയോ? നീ എവിടെ നിൽക്ക? നിന്നെ എവിടെന്നാ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അയ്യോ, ഞാനോ? റിപ്പോർട്ടർ ഭാരത് വിഷൻ. എന്റെ പൊന്നു പെങ്ങളെ പുലിവാലാക്കല്ലേ. ഒരു സസ്പെൻഷൻ 2 ധ്യാനം കൂടുതലും കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. പറ പ്ലീസ്, ഞാൻ എന്ത് വേണേ ചെയ്യാം. സർ, ഫോൺ എടുക്ക. ചാനലിൽ ഹലോ വേണു, അതാണ് എൻ്റെ പേര്. 4 ആൾ അറിയുന്ന ഒരു TV ചാനൽ ക്യാമറാമാനാണ്. അറിയാം സർ, നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ മുഖവര വേണ്ട. വേണ്ടേ? ഭാരത് വിഷന്റെ ഇന്നത്തെ പ്രൈം ടൈം ന്യൂസിൽ ഇപ്പൊ കണ്ട തന്റെ കെട്ടിമറിയൽ കയറി വന്നാൽ എന്താ അഭിപ്രായം? എന്നാ പിന്നെ ഞാനില്ല. സാറ് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ₹3 lakhs. 1000. ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചേക്ക്. ഓക്കെ. അല്ല, ആരും ഇതെടുത്തില്ലേ? ഞങ്ങൾ പണം എടുക്കുന്നില്ല സാർ, ശമ്പളം തന്നാ മതി. എടാ, ഇത് പണയമല്ല, വെറുതെ ഒരു ഉറപ്പിന്. ഇത് 2 മിനിറ്റേ ഉള്ളൂ. നീ പോയി ന്യൂസ് വായിച്ചു കഴിയുമ്പോഴേക്ക് പൈസ എത്തും. 4 മാസമായിട്ട് വരാത്ത പൈസ 1/2 മണിക്കൂറിനുള്ളിൽ വരും. എടാ, വന്നോണ്ടിരിക്കുക. എന്നാ വന്നിട്ട് വായിക്കാം. അല്ലെങ്കിൽ വേണ്ട, സാർ എന്നെ കയറി വായിക്കും. ഭാരതവിഷനിൽ വലിയ പുലിയായിരുന്നല്ലോ. അതേടാ, പുലിയായിരുന്നു. സ്വന്തം ചാനൽ തുടങ്ങി. ഇപ്പൊ പൂച്ചേ. നീ വായിക്കണ്ട, പന്നി. ഞാൻ വായിച്ചു. കോട്ട് വരണ്ട, പൈസ കിട്ടി. കണ്ടല്ലോ പൈസ വന്ന്. 3 ലക്ഷം രൂപയുണ്ട്. കിട്ടാനുള്ള ഒരു എണ്ണി എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടേ അവിടെ വെച്ചേക്ക്. അയ്യോ അളിയ, ഞാൻ ന്യൂസിന് കയറാ. എന്റെ 40 എടുത്ത് മാറ്റി വെച്ചോണേ. ഇതെന്താ ഭാരത് വിഷന്റെ ID കാർഡ്? നീ ഭാരത് വിഷനിൽ തിരിച്ചു കയറിയോ? ഒരു ഓപ്പറേഷന് പോയതാ മോളെ. പഴയ കാർഡ് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
എന്താടി നീ നടന്നാക്ക് അവരോട് വളർന്നു പോയിരുന്നു. എന്നാ മ്യൂസിക് ഇരുന്ന് വായിക്കടി, നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ഓ പണ്ട് എന്തായിരുന്നു എത്തിക്സ്? എത്തിക്സ് തലക്കടിച്ചിട്ടാ ഇയാള് ഭാരതഭൂഷണിൽ നിന്ന് ചാടി പുതിയ ചാനൽ ഉണ്ടാക്കിയത്. NBI. എന്നിട്ടിപ്പോ തേർഡ് റേറ്റ് മഞ്ഞപത്രത്തിന്റെ വേലകൾ വേണം ശമ്പളം കൊടുക്കാൻ. അതും വേണുസാറിനെ പോലൊരു മാനിന്റെ പേരും പറഞ്ഞ് മിമിക്രി കാണിച്ച്. നീ ഇനി പോയി വേണുവിനോട് പറഞ്ഞോട്ടേ, പിന്നെ നിനക്ക് താലി കെട്ടാനേ എന്റെ ഭയത്തെ കാണുള്ളൂ. കൊന്നോളേ അവൻ. പിന്നെ ഇത് സ്ഥിരം കൃഷിയൊന്നുമല്ലല്ലോ, ആദ്യമായിട്ടല്ലേ? എന്താണോ മന്ത്രി കുഞ്ഞുമൊയ്തീൻ 1 മണിക്ക് ലാൻഡ് ചെയ്യും. കവർ ചെയ്യാൻ നമ്മുടെ ആരും പോയിട്ടില്ല. നീ വേറെ വല്ല നല്ല ചാനലും വെച്ച് നോക്കിട്ട് അങ്ങോട്ട് പെടക്കടാ. അത് തന്നെയല്ലേ എപ്പോഴും ചെയ്യാം. അതെ, പിന്നെ എല്ലാത്തിന്റെ കൂടെ ഒരു ഉണ്ടത്ര അങ്ങോട്ട് കയറ്റിക്കോ. എന്താ സാർ? എടാ, പെൺവാണിഭത്തിൽ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടത്രേ. രാജിവെക്കാൻ സാധ്യത ഉണ്ടത്രേ. അങ്ങനെ നമുക്ക് ഉറപ്പില്ലാത്ത എല്ലാ കാര്യത്തിലും ഒരു ഉണ്ടത്രേ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി സാർ. ഹോ, വലിയൊരു മീഡിയ സ്റ്റാർ, 1.5 ലക്ഷം രൂപ ശമ്പളം, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ പോസ്റ്റ്, ഇതൊക്കെ തന്നിട്ടും പിന്നെ എന്തായിരുന്നു ഭാരതഭൂഷൺ ഒരു കുഴപ്പം? എനിക്കായിരുന്നു കുഴപ്പം. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടേ ഒരു കുത്തിക്കഴപ്പ്, അത് തന്നെ. ഈശ്വര, വേണു അറിഞ്ഞിണ്ടാവും. അയ്യോ, ആ ഡിവൈഎസ്പി ബെന്നിത്തരംഗം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവോ? നാളെ ടൗൺ ഹാൾ ഫ്രീ ആവും. എന്തിനാ? എന്റെ ബോഡി പൊതുദർശനത്തിന് വെക്കാൻ. ഹലോ, എന്താടാ? ആണോ? നാണാവല്ലടാ നിനക്ക്. ഒരു ഉണക്ക ലാറ്ററി ചാർജ് കവർ ചെയ്യാൻ പോയാ. ഓ, നേരം പോക്ക്. ഇത് നേരം പോക്കല്ല, ഷൈൻ ചെയ്യാനുള്ള കഴപ്പ. 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതല്ലേ ഡൽഹിന്ന്. നിന്റെ വരവറിയിക്കാനുള്ള ഒരു തറ വേല. ഓ, തെറി തെറി. തികച്ച് 4 ദിവസം വെറുതെ നിൽക്കാൻ പറ്റില്ല അവന്. അപ്പോഴേക്കും എന്തെങ്കിലും കയറി അങ്ങ് ഏക്കും. കാശിന് ആവശ്യം ഉണ്ടായിരിക്കും. അവനോ? എടി, റോയിറ്റേഴ്സിനും CNN വേണ്ടി ഒരു സ്റ്റോറി ചെയ്ത് കൊടുത്താൽ മേടിക്കുന്ന കാശ്. മറ്റു ചാനലിലെ ക്യാമറമാന്മാർ 3-4 കൊല്ലം പണി ചെയ്താൽ കിട്ടില്ല. ഇപ്പൊ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടായ ഡൽഹിയിലെ ചാനലുകാർ അവന് വേണ്ടി ലേലം വിളിയാ. ഇന്റർനാഷണൽ അവാർഡ് 4 റോറി പെക്ക് അടക്കം. ഇത് കാശിന് വേണ്ടി ഒന്നല്ല, ഒരു ഷോ. ഏത് ചാനലിന് വേണ്ടിയാ? ഏത് ചാനലിന് വേണ്ടി ആയാലും ഭാരതഭൂഷണ് വേണ്ടിയിട്ടാവില്ല. രേണുകമേടെ എത്തി. ഉടക്കാൻ നിന്ന സൂരജെ പണി വേറെ അന്വേഷിക്കേണ്ടി വരും. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ, അത് അവരുടെ ലൈൻ. മോനെ, ഞാനൊടക്കും. ഇവളോടല്ല, CEO വിജയകുമാർ സാറിനോട്. ഒരു വാക്ക് ചോദിക്കാതെയാ അവൾ എന്റെ അമ്പാരുടെ ഷിഫ്റ്റ് മാറ്റിയത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ എനിക്ക് ഷിഫ്റ്റ്, വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഭാര്യയ്ക്കും. ഞാൻ 1 മാസമായിട്ടേ ഞാൻ നക്ഷത്രം പടാപ്പ. അവളെ ജൂനിയർ റിപ്പോർട്ടറായിട്ട് ഇറങ്ങുന്ന കാലത്തും ഞാൻ ഡെസ്കിലുണ്ട്, സബ് എഡിറ്റർ ആയിട്ട്. എന്നിട്ട് അവളിപ്പോ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ. അരുൺ കമ്പ്യ, 2 റൗണ്ടിൽ ഫസ്റ്റ് ഐറ്റമാണ് മന്ത്രി കുഞ്ഞുമൊയ്തീനും പെൺവാണിഭൂ. വനിതാ വേദി പ്രവർത്തക ശാരദ, പഴയ DYSP രാമരാജൻ. രണ്ടുപേരെയും കറക്റ്റ് ടൈമിൽ എനിക്ക് ഫോണിൽ കണക്ട് ചെയ്ത് കിട്ടണം. ഒടുവിൽ കണക്ഷൻ കിട്ടിയില്ല, കണ്ണിൽ ഈച്ച പോയി എന്നൊക്കെ പറഞ്ഞോ പാർപ്പിക്കും ഞാൻ. രേവതി, നമസ്കാരം, ഞാൻ രേണുക. പ്രധാന വാർത്തകൾ. വടകര പെൺവാണിഭ കേസിൽ മന്ത്രി കുഞ്ഞുമൊയ്തീനും ഉൾപ്പെടുന്നു. റിട്ടയർഡ് DYSP രാമരാജൻ. കുട്ടിക്കാനം ആദിവാസി മേഖലയിൽ ഭൂമാഫിയ തരപ്പെടുത്തിയത് 420 വ്യാജ പട്ടയങ്ങൾ. വാർത്തകൾ വിശദമായി. വടകര പെൺവാണിഭ കേസിൽ മന്ത്രി കുഞ്ഞുമൊയ്തീന്റെ പങ്ക് വിവാദമാകുന്നു. തന്നെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ മന്ത്രി കുഞ്ഞുമൊയ്തീനും ഉൾപ്പെട്ടിരുന്നുവെന്ന് പീഡനത്തിനിരയായ പെൺകുട്ടി ആദ്യം നൽകിയ മൊഴിയിൽ പറഞ്ഞതായി തുടക്കത്തിൽ കേസ് അന്വേഷിച്ച റിട്ടയർഡ് DYSP രാമരാജന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അരുൺ, കിട്ടിയില്ലേ? ട്രൈ ചെയ്യോ മാഡം, കിട്ടുന്നില്ല. കിട്ടും, നിനക്ക് എന്റെ ഇത് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടെ. 4 ദിവസമായി ഡൽഹിയിലായിരുന്ന മന്ത്രി കുഞ്ഞുമൊയ്തീൻ ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരാതിയുണ്ട്. നിനക്കോ ഭാര്യയ്ക്കോ? ഓ, അപ്പൊ സാറ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എടോ, ഇവിടെ ഇല അനങ്ങിയാൽ ഞാൻ അറിയും. 1 മാസമായി എന്റെ അനിങ്ങിട്ട്. സോറി, ഷീ വിൽ ഡിസൈഡ്. അവള് ഡിസൈഡ് ആയിക്കോട്ടെ, പക്ഷെ എന്റെ അവിടെ ശാപം ഉണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ നിന്റെ അമ്മയ്ക്ക് എന്താ കാര്യം? എനിക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് കണ്ണടക്കണമെന്നാ എന്റെ അമ്മയുടെ ആഗ്രഹം. അത് അത്യാഗ്രഹമല്ലേ? നിന്റെ കുഞ്ഞിക്കാല് അമ്മ കണ്ടതല്ലേ? ദേ സാറേ,
ഷിഫ്റ്റ് മാറ്റണേ അവളെ കണ്ടു പറ. കണ്ടു കുമ്പിടാൻ അവളാരാ? ചോറ്റാനിക്കരമ്മേ. നേരിട്ട് പോയി ചോദിക്കണം പുല്ലേ. നിന്റെ നാവിന്റെ അരം തീർക്കാൻ എന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത്. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. വന്നാ വിശ്വാസി. കെട്ടിയനും കെട്ടികൾക്കും ഡെസ്കിലിരുന്ന് കുറുങ്ങാനല്ല ശമ്പളം തരുന്നത്. ഷിഫ്റ്റ് മാറ്റുന്ന പ്രശ്നമില്ല. അല്ല, ഒരു മാനുഷിക പരിഗണന വെച്ച് ടൈം റേറ്റിംഗ് എന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറുമ്പോ ഈ പരിഗണനയൊന്നും കാണാറില്ലല്ലോ. Do you think I'm a machine? ദേ, ഒരു ലൈഫ് കളഞ്ഞു കുളിച്ചിട്ട് നിൽക്കുക ഞാൻ. മറക്കല്ലേ? ഹലോ, ആണോ? നീ കണ്ടോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ വരാം. സർ, മന്ത്രി കുഞ്ഞുമൊയ്തീൻ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. വനിതാവേദി പ്രവർത്തകരും പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ന്യൂസിന് സാറ് കാരണം ഞാൻ ലൈവ് വന്നോളാം. ആ ഉത്സാഹം കണ്ടോടോ. ഫോക്കസ് ചാനലിന് വേണ്ടി കവർ ചെയ്യുന്നതേ വേണുവാ. റോയിറ്റേഴ്സിന്റെ വേണു സാറോ? ഇവിടെയോ? ഒരാഴ്ചയായിട്ട് വേണു സ്ഥലത്തുണ്ട്. പഴയ ഏതോ കേസിൽ മൊഴി കൊടുക്കാൻ വന്നതാ ഡൽഹിന്ന്. ആ വെറുതെ ഇരുന്നപ്പോ കയറി ഏറ്റതാവും. ഇന്നത്തെ ലാത്തി ചാർജിൽ ഒരടി, ഒരേ ഒരടി ഈ ജോൺസി റോണിയുടെ തലക്കിട്ട് തന്നെ കിട്ടണേ എന്റെ ഈശ്വരാ. എന്താടോ? ഒന്നുമില്ല സാർ.